ഇപ്പോ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്. അതാണ് കറക്റ്റ്, ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മയുള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എന്റെ ഓർമ്മയിലും അത് തന്നെയാണ്. വളരെ നിഷ്ഠൂരമായി കുടുംബത്തിലെ 5 പേരെ കൊലപ്പെടുത്തി 6ാമത് കൊല്ലാൻ ശ്രമിച്ച മാതാവ് രക്ഷപ്പെട്ട വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടതാണ്. തിരുവനന്തപുരം ജില്ലയിലെ അഫാൻ എന്ന് പറയുന്ന വളരെ ക്രൂരനായ മെന്റാലിറ്റിയുമായി സ്വന്തം ഉമ്മയെ, അതുപോലെ സ്വന്തം അനിയനെ, ഒരു തെറ്റും ചെയ്യാത്ത അനിയനെ, അതുപോലെ ബല്ലിമ്മാനെ, അതുപോലെ സ്നേഹിച്ച കാമുകിയടക്കം പ്രധാനപ്പെട്ട 5 പേരെ കൊന്നൊടുക്കി 6ാമത് ഉമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടൊരു വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ മാതാവിനെ മൊഴിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ മുഴുവനും ആ മാതാവ് മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ കട്ടിലിൽ നിന്ന് വീണതാണ്, എന്നെ കൊന്നതല്ല, എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല, എന്നെ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മക്കളെ ന്യായീകരിക്കുന്ന, മകനെ ന്യായീകരിക്കുന്ന ന്യൂസ് നമ്മളൊക്കെ കാണുകയാണ്. എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എന്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എന്റെ മൂത്തോ ഇളയോ മരിച്ചോ, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മെന്റാലിറ്റിയെ യാതൊരു നിലക്കും ന്യായീകരിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാൻ സാധ്യമല്ല. മാതൃത്വം എന്ന് പറയുന്ന സംഗതി സ്വന്തം മകനോടാണെങ്കിലും മകളോടാണെങ്കിലും അവരെ ക്രൈം ചെയ്യാനും തെറ്റ് ചെയ്യാനും നന്മയിലേക്ക് കൊണ്ടുവരാനുമുള്ള രൂപത്തിൽ സ്വന്തം മക്കളാണെന്ന് കരുതി എന്ത് തെറ്റും ന്യായീകരിക്കുന്ന ഒരു തരം മെന്റാലിറ്റി പല മാതാക്കൾക്കും ഉണ്ട്. അതിനെ മാതൃത്വത്തിന്റെ പേരിൽ ഒരിക്കലും ന്യായീകരിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്ക്, എന്റെ മകൾ ഫാത്തിമ കട്ടാലും റളിയല്ലാഹു അൻഹ അവര് കളവ് ചെയ്താലും ഞാൻ അവളെ കൈമുറിക്കും എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവനവന്റെ മക്കളാണെന്ന് കരുതി തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അവരെ ന്യായീകരിക്കുകയും അവരെ കൂടെ നിർത്തുകയും മാക്സിമം അവരെ തെറ്റിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രവണത, ആ തരത്തിലുള്ള മെന്റാലിറ്റി പല മാതാപിതാക്കൾക്കുണ്ട്. അത് അങ്ങേയറ്റം അപകടകരമാണ്. നിങ്ങളുടെ മക്കളുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ യാതൊരു നിലക്കും അതിനെ ന്യായീകരിക്കാതെ തെറ്റിനെ തെറ്റായി തന്നെ കാണാനുള്ള ഒരു മിനിമം ബോധം ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉണ്ടാവണം. യഥാർത്ഥത്തിൽ മക്കള് മോശമാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരത്തിലുള്ള ലാളനയും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റും നിങ്ങൾ നൽകുന്നത് കൊണ്ടാണ്. സ്വന്തം മകനെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു 8ലോ 9ലോ പഠിക്കുന്ന ഒരു കുഞ്ഞു മോനെ കൊന്ന ഒരുത്തനെ അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ, അവൻ തെറ്റ് ചെയ്തിട്ടില്ല, അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഒരു മാതാവിന് പറയാൻ കഴിയുമെങ്കിൽ ഇതിനെ മാതൃത്വം എന്നല്ല പറയാൻ സാധിക്കുന്നത്. സ്വന്തം മകനെ കൊന്നു, സ്വന്തം വീട്ടിലെ പലരെയും കൊന്നു കളഞ്ഞ വളരെ ക്രൂരനായ അത്തരത്തിലുള്ള മെന്റാലിറ്റിയുള്ള ഒരുത്തനെ ഏതർത്ഥത്തിലാണ് ഒരു മാതാവിന് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? വളരെയധികം ഞെട്ടിപ്പോയൊരു സംഭവമാണ്. ഇതിനെ ഒരു നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മെന്റാലിറ്റി ഉപ്പമാര് തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നന്മയിലേക്ക് വരികയില്ല, ഒരിക്കലും അവർ നന്നാവൂല എന്ന് മാത്രമല്ല, ഇനി അടുത്ത 3 ആളുകളെ കൊല്ലാനുള്ള ക്രൂരത അവരുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ന്യായീകരിക്കാതെ അവർക്ക് മാക്സിമം ശിക്ഷ നേടിക്കൊടുക്കാനേ ഉള്ള പരിശ്രമമാണ് മാതാപിതാക്കൾ നടത്തേണ്ടത്. അല്ലാതെ എന്റെ മകനല്ലേ, എന്റെ മകളല്ലേ, അവളൊന്നും ചെയ്യൂല, അവനൊന്നും ചെയ്യൂല എന്ന ഒരു ഓമന മെന്റാലിറ്റി ഒക്കെ മാറ്റണം. തെറ്റുകാരനാണോ അവരോട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിന്റെ ആവശ്യമില്ല. ഒരാള് ഫ്രോഡ് മെന്റാലിറ്റി ആണോ അവനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ മനസ്സിൽ ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ തെറ്റ് ചെയ്ത മക്കളോട് അമിതമായ പ്രത്യേകമായ അടുപ്പവും, അല്ലെങ്കിൽ പൊന്നുപോലെ വളർത്തിയ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു അനുജനെ പോലും കൊന്നവനെ, കയ്യിൽ കിട്ടിയവരെല്ലാവരെയും കുത്തിമലർത്തിയ, ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെപ്പോലും, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞനിയനെ പോലും കുത്തിമലർത്തിയ ഒരുത്തനെ ന്യായീകരിക്കാനും വ്യക്തമായ ബോധം ഉണ്ടായിട്ട് പോലീസിനോട് അത് പറയാൻ പോലും കൂട്ടാക്കാതെ സ്വന്തം മകനെ സംരക്ഷിക്കാൻ, രക്ഷപ്പെടുത്താൻ വല്ല ലൂപ്പ് ഹോളും പഴുതുകളുമുണ്ടോ എന്നന്വേഷിച്ച് പോലീസുകാരോട് നിസ്സഹകരിക്കുന്ന ക്രൂരനായ, തുല്യതയില്ലാത്ത, ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത കൊലപാതകം ചെയ്ത ഒരാളെ ഇതിന് മാതൃത്വം എന്ന് പറയാൻ സാധ്യമല്ല. ഒരൽപ്പം മാതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇതേ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്ന ഒരു കുഞ്ഞുണ്ട്, 14 13 വയസ്സുള്ള നിഷ്കളങ്കനായ ഒരു പൊന്നുമോ, അവനെ കുത്തിക്കൊന്ന ഒരുത്തനെ ഒരിക്കലും ന്യായീകരിക്കില്ലായിരുന്നു. മുഴുവൻ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ തെറ്റിലേക്കും അങ്ങേയറ്റത്തെ തിന്മയിലേക്കും നയിക്കുന്നതിന്റെ ഒരു പങ്ക് പലപ്പോഴും മാതാപിതാക്കളാണ്. കുഞ്ഞുനാൾ മുതൽ മക്കളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവരെ ന്യായീകരിക്കുന്നതിനു പകരം തെറ്റായി ബോധിപ്പിക്കുകയും അതിനുള്ള ശിക്ഷകൾ നടപ്പിലാക്കിയിട്ടായിരിക്കണം മക്കളെ വളർത്തേണ്ടത്. മക്കളുടെ ഭാഗത്ത് എന്ത് തെറ്റ് വന്നാലും അതിനെ ന്യായീകരിക്കുന്ന, എന്റെ മകൻ അങ്ങനൊന്നും ചെയ്യൂല, എന്റെ മകൾ അങ്ങനൊന്നും ചെയ്യൂല
എന്ന മെന്റാലിറ്റി മാതാപിതാക്കൾ മാറ്റണം. മാതൃത്വം എന്ന് പറയുന്നത് മക്കളെ നന്മയിലേക്കും വിജയത്തിലേക്കും കൊണ്ടുപോകാനുള്ളതാണ്. അവരെ വീണ്ടും വീണ്ടും അവസരം നൽകി പക്കാ ക്രിമിനലുകളാക്കി, ക്രൂരന്മാരാക്കി, സമൂഹത്തിന് ബാധ്യതയാക്കുന്ന പൊതുശല്യങ്ങളാക്കി മാറ്റാൻ ഒരിക്കലും മാതൃത്വം ഉപയോഗപ്പെടുത്തരുത്. പറഞ്ഞ വാക്ക്, എന്റെ മകൾ ഫാത്തിമ ബീവി കട്ട് കഴിഞ്ഞാലും കളവ് ചെയ്താലും ഞാൻ അവളെ കൈമുറിക്കുമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മധുരം എന്റെ ദീൻ എന്ന പുസ്തകം. പരിശുദ്ധ ഇസ്ലാമിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പല കാരണങ്ങളെ കൊണ്ട് മതവിദ്യാഭ്യാസം കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, പഠിച്ച പലതും മറന്നുപോയ ആളുകൾ, ഇങ്ങനെ ഇസ്ലാമിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങൾ, അതിലെ ത്വഹാറത്ത്, ശുദ്ധി, അതുപോലെ നിസ്കാരം, മറ്റു കാര്യങ്ങൾ, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മസലകൾ, വളരെ പ്രധാനപ്പെട്ട തജ്വീദിന്റെ നിയമങ്ങൾ എന്നു വേണ്ട ഒരു മുസ്ലിമായ വ്യക്തി വളരെ കൃത്യമായി പഠിച്ചിരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള മലയാള ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. കഴിഞ്ഞ റമദാനിൽ ഇത് പ്രകാശനം ചെയ്ത് ആ റമദാനിൽ തന്നെ ഏകദേശ കോപ്പികളൊക്കെ തീർന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം അതിന്റെ 2ാമത്തെ പതിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകളൊക്കെ ഈ നമ്പറിൽ ഉടനെ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തപാലിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. പരിശുദ്ധ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട മുഴുവൻ മസലകളും, സുന്നത്ത് നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടത്, ശുദ്ധിയുമായി ബന്ധപ്പെട്ടത് എന്ന് വേണ്ട മുസ്ലിമീങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ, അതിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഈ വിനീതൻ തന്നെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. താല്പര്യമുള്ളവർക്കൊക്കെ ഉടനെ തന്നെ, കുറഞ്ഞ കോപ്പികൾ മാത്രമേ ഉള്ളൂ, താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ റമദാനിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പുസ്തകം എത്തുന്നതായിരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ.